വർണ്ണങ്ങൾ വാരി വിതറി ചക്രവാളത്തിനളകങ്ങൾ പൂക്കുന്ന സായം സന്ധ്യ. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളിൽ നിറങ്ങൾ ചാലിച്ചെഴുതിയ ചിത്രങ്ങളിൽ പൂർണ്ണമാകാത്ത അർത്ഥങ്ങൾ പോലെ ചിലതെന്തോ. കേവല ജീവിതത്തിൻ്റെ ഹർഷാരവങ്ങളിൽ അകക്കണ്ടുകൊണ്ട് വെട്ടം വിതറിയ ഒരു ജീവിതം. ജീവിത സമസ്യകൾ ഉൾക്കാഴ്ച കൊണ്ട് പൂർത്തീകരിച്ച ദൈവദാസൻ. കർമ്മപഥത്തിലെ കല്ലും മുള്ളും പൂവെന്ന് കരുതി ചവിട്ടിയപ്പോൾ വിശ്വാസം പോലെ അത് പൂവായി മാറ്റിയ കർത്താവിൻ്റെ കരുണയുടെ കാഴ്ചപ്പാടുകൾ തൻ്റെ ജീവിതമെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയുകയായിരുന്നു. എനിക്ക് 2.5 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പറയപ്പെടുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ അപ്പനും അമ്മയ്ക്കും 5 പെൺകുട്ടികൾ ജനിച്ചതിന് ശേഷം 6ാമതുണ്ടായതാണ് ഞാൻ. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ എനിക്കധികം വാത്സല്യം കിട്ടിയിരുന്നു. എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണതിനാലും ആർക്കും ആരെയും പ്രത്യേകം ലാളിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടും ക്രമേണ എൻ്റെ മേലുള്ള ശ്രദ്ധ കുറഞ്ഞ് ഞാനൊരു അവഗണിക്കപ്പെട്ട ബാലനായി മാറി. അതൊരു ഭാഗ്യമായിരുന്നു. പല കാഴ്ചയില്ലാത്ത ആളുകൾക്കും അമിത വാത്സല്യം മൂലം, അമിത പരിചരണം മൂലം ഒരു കഴിവുമില്ലാത്തവരായി അവർ മാറിക്കൊണ്ടിരുന്നു. എനിക്കറിയാം, ഞാൻ അനേകം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, അനേകം അനുഭവങ്ങളുമുണ്ട്. പല ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ അറിഞ്ഞുകൂടാ, വാരി കൊടുക്കണം. പല ആളുകൾക്കും ടോയ്ലറ്റിൽ പോയാൽ കഴുകി കൊടുക്കണം, കുളിപ്പിക്കണം. വളരെ പ്രായം ചെന്ന ഒരു 10-20 വയസ്സായ കുട്ടികളെപ്പോലും വസ്ത്രം ധരിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ അമിത വാത്സല്യം മൂലം നശിപ്പിക്കപ്പെട്ട ഒരുപാട് കാഴ്ചയില്ലാത്തവർ ഈ ലോകത്തിൽ ഉണ്ട്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, അവരറിയാതെ തന്നെയാണെങ്കിലും അവരുടെ വാത്സല്യവും പരിചരണവും എനിക്ക് വളരെയധികം കിട്ടാതെ പോയതുകൊണ്ട് ഞാൻ സ്വയം അതിനെല്ലാം പ്രാപ്തനായി തീർന്നു. സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് സ്രാപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ കാവും മോളേൽ മത്തായി കുര്യാക്കോ ഇന്ന് ഈ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ സായങ്കാലത്തിരുന്ന ഓർമ്മച്ചേടുകൾ പെറുക്കിയെടുക്കുമ്പോൾ നോവിൻ്റെ നേർത്ത സ്പർശം ഓളം വെട്ടുന്നത് കാണാം ഈ മുഖത്ത്. വെളിച്ചത്തിൻ്റെ ലോകത്തു നിന്നും വർണ്ണങ്ങൾ അകന്നുപോയവൻ്റെ കുറവുകളിലേക്ക് കാലവും നേരവും അതിജീവനത്തിൻ്റെ വിജയ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊടുത്തു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു ഏറ്റവും വലിയ ആൾ എൻ്റെ അപ്പൻ, രണ്ടാമത് ഞാൻ എന്ന്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഐ ആം എ ലിറ്റിൽ നോബഡി, എ സ്പെക്ക് ഓഫ് ഡസ്റ്റ്, ഒരു മൺതരി പോലും അല്ല എന്നെനിക്ക് അറിവ് വളരും തോറും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട്
ദൈവാശ്രയം വളരെ കൂടി വന്നു. കൂടാതെ എൻ്റെ അമ്മയുടെ കണ്ണുനീര് എപ്പോഴും എന്നെ ഓർത്ത് വളരെ വളരെ കരയുന്ന ഒരമ്മ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അമ്മയുടെ കണ്ണുനീര് മൂലം എൻ്റെ ജീവിതം പ്രത്യേക രീതിയിൽ ദൈവത്താൽ പണിയപ്പെടാൻ കാരണമായി ഇടയായി തീർന്നു. എൻ്റെ അനുജനും ചേച്ചിമാരുമൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. ഞാൻ മാത്രം ഒറ്റപ്പെട്ടു. അന്ന് സ്കൂള് കാഴ്ചയില്ലാത്തവരെ പഠിപ്പിക്കുന്ന സ്കൂള് ഉണ്ടെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ രാത്രിയിൽ ഞാനെപ്പോഴും ഉറങ്ങാതെ കിടന്ന് സങ്കടപ്പെടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ കണ്ണുനീരൊഴുക്കി കഴിഞ്ഞിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഒരു അന്ധവിദ്യാലയം ഉണ്ടെന്നും കാഴ്ചയില്ലാത്തവരെ പഠിപ്പിക്കുമെന്നും ഉള്ള ഒരു അറിവ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ആ സ്കൂളിൽ കൊണ്ട് ചേർത്തു. ആ സ്കൂൾ ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു. ആ സ്കൂളിലുള്ള എൻ്റെ പഠനം പ്രത്യേകമായ പരിചരണങ്ങളോ ശുശ്രൂഷകളോ ഒന്നും കാര്യമായി ലഭിക്കാതെ സ്വന്തമായിട്ടെല്ലാം ചെയ്യേണ്ടതൊക്കെ അവസ്ഥയിൽ ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും ഈ പറഞ്ഞതുപോലെ മുണ്ടുടുക്കാനും തുണി നനയ്ക്കാനും എല്ലാം വസ്ത്രം ധരിക്കാനും കുളിക്കാനും എല്ലാം നല്ല കഴിവും പ്രാപ്തിയും ഉണ്ടായി വന്നു. പാഠം 1 എന്ന് മറ്റു കുട്ടികൾ കണ്ടു പറയുമ്പോൾ മാത്യു പക്ഷേ അകക്കണ്ണിൽ അത് കാണുന്നുണ്ടായിരുന്നു. വർണ്ണശബളമായ ഒരു ലോകം കറുത്ത തിരശീല കൊണ്ട് മറച്ച് ദൈവം ഈ കുട്ടിക്ക് പുതിയ കാഴ്ചപ്പാടുകൾക്ക് അവിരാമമിട്ടു. അക്ഷരങ്ങളോടും അറിവിനോടുമുള്ള അടങ്ങാത്ത ആവേശം ഈ കുട്ടിയെ ജീവിത പടവുകളിൽ ഇടർച്ചയില്ലാത്ത വിജിഗീഷുവാക്കി. എൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു അനൗപചാരിക വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയ കാലയളവുണ്ടായിരുന്നു. അതായത് എൻ്റെ ചേട്ടനായിരുന്നു ഇവിടുത്തെ LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ എൻ്റെ അപ്പൻ എന്നെ ഈ സ്കൂളിൽ കൊണ്ടിരുത്തുമായിരുന്നു. രാവിലെ എൻ്റെ അനിയൻ പോകുന്ന കൂടെ എന്നെ വിടും, ഞാൻ അവിടെ ഇരിക്കും. അപ്പോൾ കുട്ടികളെ എല്ലാ പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ഞാനും കേട്ട് പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, കാഴ്ചയില്ലാത്ത കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലും ഒക്കെ മനക്കണക്കായിട്ട് ഞാൻ കണക്ക് ചെയ്യുമായിരുന്നു. കണക്ക് ചെയ്ത് ഞാൻ ഉത്തരം വിളിച്ചു പറയും. മറ്റുള്ളവരെ കൊണ്ട് കാണിക്കുമ്പോഴാണ് സാറിന് നോക്കാൻ ഒക്കുന്നത്. ഇത് ഞാൻ ഉത്തരം വിളിച്ചു പറയുന്ന കാരണം ക്ലാസ്സിന് തടസ്സമുണ്ടായി. കാരണം കുട്ടികൾ അത് കേട്ട് എഴുതി വയ്ക്കും. അപ്പോൾ അത് കാരണം എനിക്കന്ന് അജ്ഞാതമായ, എനിക്ക് കാരണമെന്ന് പറഞ്ഞൂടാ, എന്നെ വഴക്ക് പറയും. എന്തിനാണ് വഴക്ക് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേറെ ഒരു സംഗതി ഉണ്ടായിരുന്നത്, അതെൻ്റെ ചെറുപ്പം മുതലേ, നന്നായി ചെറുപ്പം മുതലേ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ആവശ്യങ്ങൾ പറഞ്ഞ്. അതെൻ്റെ അപ്പനോട് ചോദിക്കുന്ന പോലെ ഞാൻ വേറെ ആരും ചോദിക്കില്ല, എനിക്ക് നാണക്കേടാണ്. അതൊക്കെ അങ്ങനെ ചോദിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉദാഹരണം, എൻ്റെ കയ്യിലിരിക്കുന്നൊരു സാധനം നിലത്തേക്ക് വീണു പോയാൽ ആ സാധനം എനിക്ക് എടുത്തു കിട്ടാൻ എനിക്ക് തപ്പുമ്പോൾ കയ്യാൽ അഴുകാവില്ലേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ചെന്ന് തൊടുന്ന അതേലായിരിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുനിഞ്ഞ് സാധനം കിട്ടുമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കരഞ്ഞ് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുക, കാര്യങ്ങൾ നേടുക ദൈവത്തോട്. അങ്ങനെ രീതി എനിക്കുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും. 4 മണിക്ക് എഴുന്നേക്കണമെന്ന് ഓർത്ത് കിടന്നാൽ 4 മണിയാകുമ്പോൾ കൃത്യം ഞാൻ തലയ്ക്കകത്തൊരു ക്ലോക്ക് എടുത്ത് അടിക്കുന്നവർ 4 മണിക്ക് എഴുന്നേൽക്കും. അത് എനിക്ക് സമയം ഒന്നും നോക്കാൻ വാച്ചൊന്നും വേണ്ട. ഈ അടുത്ത കാലം വരെ അതിൻ്റെ ആവശ്യമില്ല. മിനിറ്റുകൾ പോലും എന്നോട് ചോദിച്ച് വാച്ച് കറക്റ്റ് ചെയ്യുക ആളുകൾക്ക്. അങ്ങനെ സാധിക്കുന്നൊരു
കാലഘട്ടം ഉണ്ടായിരുന്നു. കർമ്മപഥങ്ങളിൽ കലഹിച്ചുകൊണ്ട് അക്ഷരദാഹിയായ മത്തായി വിദ്യാർത്ഥി എന്ന പദത്തിനെ അർത്ഥപൂർണമാക്കി. ഇരുട്ടിൻ പടവുകളിൽ ഇടറാത്ത ചുവടുമായി ജീവിതത്തിൻ്റെ ഒതുക്കുകൾ കയറുമ്പോൾ വ്യഥയുടെയും വേദനയുടെയും സമ്മിശ്ര മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശപൂർണമായൊരു കാലമായിരുന്നു. കാഴ്ചയില്ലാത്തവർ പഠിക്കുന്ന വിഷയങ്ങൾ കാഴ്ചയുള്ളവർ പഠിക്കുന്ന അതേ വിഷയങ്ങളാണ്. കണക്ക്, സോഷ്യൽ സ്റ്റഡീസ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാം ദ സെയിം മാറ്റർ വി ആർ ഫോളോയിങ്. ഈ സൈറ്റഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ മാറ്ററാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റീഡിങ് മെറ്റീരിയൽസ് ഇല്ല, പ്രിൻ്റഡ് ഇല്ല. ബ്രെയിലിൽ കിട്ടിയാലേ ഞങ്ങൾക്ക് വായിക്കാനൊക്കെ ഉള്ളൂ. ബ്രെയിലിൽ അതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കാനൊക്കില്ല. ഇപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ വീണുപോയി, കടലാണ്, നീന്തി രക്ഷപ്പെടാനൊക്കില്ല എന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ നീന്താൻ പറ്റാതാവുന്നവരെ നീന്തും എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പുസ്തകങ്ങൾ പകർത്തി എഴുതും. പുസ്തകങ്ങൾ നമ്മളെ അക്ഷരത്തിലേക്ക് പകർത്തുക. ഒരു അധ്യയന വർഷം തീരുമ്പോഴായി ഒരു 5-6 അധ്യായമായിരിക്കും എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് 10ാം ക്ലാസ് വരെ എത്തി. ഇങ്ങനെ ഞങ്ങൾ ഓരോ വിഷയങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക, പിന്നെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം കേട്ട് പഠിക്കുക, അല്ലാത്ത എഴുതി അതിൻ്റെ മാറ്റർ മാത്രം എഴുതി വയ്ക്കും. എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് പിന്നെ പരീക്ഷ എഴുതും. അങ്ങനെയൊക്കെ 10ാം ക്ലാസ് വരെ എത്തി. 10ാം ക്ലാസ്സിലെത്തി, അത് പബ്ലിക് എക്സാം ആണല്ലോ, വളരെ പ്രാധാന്യത്തോടു കൂടി. ഇന്നത്തെ 10ാം ക്ലാസ് പോലെയല്ല, അന്നത്തെ 10ാം ക്ലാസ്സിന് എല്ലാവരും അമിത പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച് എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ഈ വിദ്യാർത്ഥി സമരങ്ങൾ മൂലവും മറ്റു പല കാരണങ്ങളാലും, എല്ലാം കൃത്യമായി ഞാൻ ഓർക്കണില്ല, പരീക്ഷ മാർച്ചിൽ നടക്കുന്നില്ല. പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മാസത്തേക്ക് മാറി. അപ്പോൾ ഈ 2 മാസം നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ താമസിക്കണം. പക്ഷേ മാർച്ചിൽ ആ ഹോസ്റ്റൽ ക്ലോസ് ചെയ്തു, അടച്ചു. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള. അത് വേണ്ടപ്പെട്ടവർ അധികൃതർ സമയത്ത് അത് ടേക്കപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ നോട്ടീസ് ഇട്ടു, എല്ലാവരും വീട്ടിൽ പോയിക്കോണം, മാർച്ചിൽ ബോർഡിങ്ങും സ്കൂളും അടച്ചു. അപ്പോൾ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്, എനിക്ക് തിരുവനന്തപുരത്ത് പോയി പരീക്ഷ എഴുതാൻ പറ്റുമോ? പഠിക്കാതെ പഠിച്ചാലും ദിവസവും പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ അത് ശരിയല്ല. പരീക്ഷയ്ക്ക് ഇത്രയും കാലം ഗവൺമെൻറ് മുടക്കിയ പൈസ വേസ്റ്റായി പോവും, പരീക്ഷ എഴുതാനുള്ള സൗകര്യം തന്നില്ലെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞൊരു നിലപാട് ഞാൻ സ്വീകരിച്ച 1-2 കൂട്ടുകാർ എൻ്റെ കൂടെ കൂടിയതിന്. അവസാനം ഹെഡ് മാസ്റ്റർ നോട്ടീസ് ഒപ്പിടിച്ച് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. അന്ന് നിയമസഭ നടക്കുന്ന സമയമാണ്. സെക്രട്ടേറിയറ്റിൽ ചെന്ന് ആരെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചിട്ട് ആരെയും കാണാൻ പറ്റണില്ല. പിന്നെ MLA ഹോസ്റ്റലിൽ പോയി. MLA ഹോസ്റ്റലിൽ പോയിട്ട് ഒരു വലിയ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോലും യോഗ്യതയുണ്ടായിരുന്ന അത്ര അറിയപ്പെടുന്ന ഒരു നേതാവ് എന്നെ ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ പരീക്ഷ എഴുതുക എന്നുള്ള ഞങ്ങളുടെ അവകാശമാണ്. ഇത്രയും ഗവൺമെൻറ് 1 വർഷം ഞങ്ങളെ നിർത്തി പഠിപ്പിച്ച് തീറ്റ തന്ന് പഠിപ്പിച്ചിട്ട് പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് സങ്കടകരമാണ്. അതിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു 5 രൂപ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നേച്ച് പറഞ്ഞു, 133 MLA-മാരുണ്ട്, എല്ലാവരോടും ഒരു 5 രൂപ വീതം മേടിക്കാമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യാചിച്ച് പ്രശ്നം തീർക്കാനല്ല ഞാൻ വന്നത്. കേരളത്തിലെ എണ്ണപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളെന്ന് ഞാൻ കരുതിയ ആളുടെ കണ്ടത് ഇതിന് പ്രശ്നത്തിന് പരിഹാരം കിട്ടാനാണ്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന ശിൽബന്ധികൾ എൻ്റെ കോളറെ കയറി ഇങ്ങനെ പിടിച്ച്, എന്ന് പറഞ്ഞാൽ എന്നെ ഒരു കണ്ണ് കാണാത്തവരെ വിളിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് വിളിച്ചോണ്ടാണ് പിടിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിട്. അദ്ദേഹം പറഞ്ഞ അയാൾ പറഞ്ഞത് ശരിയാ, എനിക്കാ തെറ്റ് പറ്റിയത്.
എന്നോട് ക്ഷമിക്കണം അനിയ, എന്താ ഞാൻ ചെയ്തു തരണ്ടേന്ന് ചോദിച്ചു. ഇത്രയും ആയപ്പോൾ വന്നപ്പോഴത്തേക്കും വേറൊരു MLA, കൊട്ടറാവ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു MLA ഉണ്ട്, അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഓടി വന്നു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നാ പ്രശ്നം. ഉടനെ അദ്ദേഹം ഒരു കാറെടുത്ത് ഞങ്ങൾ CH മുഹമ്മദ് കോയ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി ഹോസ്റ്റലിൽ താമസിക്കാനുള്ള അനുവാദം എഴുതി മേടിച്ചു, ഓർഡർ അടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവർ ശരി ഹോസ്റ്റലിൽ താമസിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഭക്ഷണം തരാൻ പറഞ്ഞിട്ടില്ല, ഭക്ഷണം തരില്ല. പിന്നെ വീണ്ടും പോയി മുഹമ്മദ് കോയെ കൊണ്ട്, അതും കൊട്ടറ ബാലകൃഷ്ണൻ തന്നെ മുൻകൈ എടുത്ത് ഓർഡർ എഴുതി മേടിച്ച് താമസിക്കുന്നത്. അപ്പം പഠിക്കേണ്ട സമയമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ, അതിൻ്റെ ടെൻഷനും അങ്ങനെ കാര്യമായി പഠിക്കാനൊത്തില്ല. എങ്കിലും കർത്താവ് 312 മാർക്ക് എനിക്ക് അന്നത്തെ കാലത്ത്, അന്ന് ഫസ്റ്റ് റാങ്കുകാരൻ സുബ്രഹ്മണ്യാണ്, എൻ്റെ കൂടെ പഠിച്ച ഒരു സുബ്രഹ്മണി, 508 മാർക്കാണ് ഫസ്റ്റ് റാങ്ക്. അപ്പോൾ അന്ന് എനിക്ക് 312 മാർക്ക് കിട്ടി. അതായത് 52% മാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ ചേരുന്ന വിഷയം വന്നു. അപ്പോൾ വീണ്ടും പ്രശ്നമായി. കോളേജിൽ ചേരണമെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഹോസ്റ്റലിൽ ചേർന്ന് താമസിക്കാതെ കോളേജിൽ പഠിക്കാനൊക്കില്ല. എനിക്ക് ദിവസവും പോയി ഒന്ന് പഠിക്കാനൊക്കില്ല. അപ്പോൾ കോളേജിൽ അഡ്മിഷൻ കിട്ടി, പക്ഷെ ഹോസ്റ്റലിൽ ചേരണമെങ്കിൽ പണം കൊടുക്കണം, പണമില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് കാഴ്ചയില്ലാത്തവരെ ഹോസ്റ്റലിൽ നിർത്തി സൗജന്യമായിട്ട് നിൽക്കുന്നതിനുള്ള നിയമമില്ല. അതുകൊണ്ട് ഞാൻ ഒരു റിക്വസ്റ്റ് തയ്യാറാക്കി. ഓർമ്മ പൂക്കുന്ന വിദ്യാർത്ഥി കാലത്തിന് ഊഷ്മളമായ ഭാവങ്ങൾ നൽകിയ സഹപാഠികൾ ഇന്ന് വലിയ നിലയിലാണെന്ന് അഭിമാനത്തോടെ ഓർത്തെടുക്കുന്നു ഇദ്ദേഹം. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ജിജി തോംസൺ, അതുപോലെ നീലലോഹിദാസൻ നാടാർ, ജി കാർത്തികേയൻ, അവരെല്ലാം അന്ന് എൻ്റെ കൂടെ പഠിച്ചവരല്ല എല്ലാവരും. പക്ഷേ ഞാൻ ഈ KSUവിലൊക്കെ ആയിരുന്നുണ്ട്, അവരൊക്കെ ആയിട്ട് എപ്പോഴും ബന്ധമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഉമ്മൻ എന്നെ സഹായിച്ചിട്ടൊന്നുമില്ല, എന്നാൽ എന്നെക്കുറിച്ച് നല്ല രീതിയിൽ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. അവസാനം പുള്ളി പറഞ്ഞ അനുസരിക്കാതെ വന്നപ്പോൾ എന്നോട് ദേഷ്യത്തിൽ പെരുമാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ KSUവിൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ BAക്ക് വന്നപ്പോൾ ഞാൻ KSUവിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥി ആവണമെന്ന് പറഞ്ഞു. അന്ന് ഞാനത് തിരസ്കരിച്ചു. കാരണം അന്ന് എൻ്റെ ഐഡിയോളജി മാറി. ഒന്ന്, രണ്ടാമത് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു SFIക്കാരനാണ്. അയാളാണ് എന്നെ എപ്പോഴും കോളേജിൽ കൊണ്ടുവരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്ന ഒരു സുഹൃത്ത്. ഈ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു പഠിക്കുന്ന കാലത്ത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ വന്നപ്പം സുരേഷിനെതിരെ മത്സരിക്കാൻ ഞാൻ തയ്യാറില്ല. അതോടെ ഹസനൊക്കെ പിണങ്ങി. അത് പോട്ടെ, ആ ചാപ്റ്റർ അതോടെ തീർന്നു അവരുമായിട്ടുള്ളതൊക്കെ. പിന്നെയും അതിൽ ഉമ്മൻചാണ്ടി മാത്രം രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടില്ല. എപ്പോൾ കണ്ടാലും സന്തോഷമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമായിരുന്നു. അതുപോലെ നീലലോഹിദാസൻ നാടാരും നമ്മളെവിടെ കാറിൽ പോവുകയാണെങ്കിലും വഴി നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങി വരും. അത് രണ്ടുപേരങ്ങനെയാണ്. അങ്ങനെ ഈ വർക്കല കഹാറൊക്കെ അന്ന് എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഒരേ സ്റ്റാൻഡേർഡിലുണ്ടായിരുന്നതാണ് അന്നൊക്കെ. സമരവും സമരസവുമായി കലഹവും പഠനവും മത്തായിയുടെ ജീവിത വഴിയായി. ആവശ്യം കാഴ്ചയില്ലാത്ത മത്തായിയുടെ അത്യാവശ്യമാകുമ്പോൾ അത് നേടിയെടുക്കാൻ മത്തായി മുന്നിട്ടിറങ്ങും. ഇത് മത്തായി എന്ന വിദ്യാർത്ഥിയുടെ അതിജീവനമായിരുന്നു. കാഴ്ചയുള്ളവരുടെ മനസ്സിനന്ധത ബാധിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത ഒരാൾ ഉൾക്കാഴ്ചയോടെ ചോദ്യങ്ങൾ തൊടുത്തുകൊണ്ടേയിരുന്നു അധികാരികളോട്. പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിലെ ആനുകൂല്യങ്ങൾ എനിക്ക് കിട്ടി. അത് കിട്ടാനായിട്ട് എന്നെ മുഖ്യമായിട്ട് സഹായിച്ചത് പത്മരാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു IASകാരി വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവിലാണ് എനിക്ക് ആ ഓർഡർ കിട്ടിയത്. പേഴ്സണൽ ഓർഡറാണ്, പേഴ്സണലായിട്ട്, ജനറൽ ഓർഡറല്ല. അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നീട് അത് ജനറൽ ഓർഡറായി മാറി കുറേ കാലം കഴിഞ്ഞപ്പം. അതൊരു KFB എന്ന കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ പരിശ്രമപരമായിട്ട് അത് ജനറൽ ഓർഡറായിട്ട് മാറി. എങ്കിലും അന്ന് പത്മരാമേന്ദ്രൻ്റെ സഹായം മറക്കാനാവാത്തതായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് അന്വേഷിച്ച് അവരെ ഒന്ന് കണ്ട് നന്ദി പറയണമെന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പോയി ഒന്ന് കാണാനായിട്ട്. പക്ഷേ അവരവിടെ ഇല്ല.
അവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും കിട്ടാൻ മാർഗ്ഗമില്ലാതെ എനിക്ക് വലിയ വിഷമമുള്ളത് കാണാൻ പറ്റാത്തതിൽ. പക്ഷെ അവരന്ന് അങ്ങനെ സഹായിച്ചതുകൊണ്ടാണ് ഞാനിന്ന് ഈ നിലയിലെത്തിയത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഠിത്തം തന്നെ നിന്നു പോകുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണവും താമസവും ഫ്രീ ആണെങ്കിലും ബാക്കി കാര്യങ്ങൾക്കൊന്നും കാശില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്ലേഡ് വാങ്ങിക്കണം, സോപ്പ് വാങ്ങിക്കണം, എണ്ണ വാങ്ങിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോളേജിൽ പോകാൻ ബസ്സിൽ പോകണമെങ്കിലോ ഒന്നിനും കാശില്ല. വീട്ടിൽ നിന്ന് കാര്യമായ സഹായമൊന്നും കിട്ടണില്ല. കാരണം വീട്ടിലുള്ളവരുടെ വിശ്വാസം ഗവൺമെൻറ് ഇതെല്ലാം തന്നോളും എന്നാണ്. കോളേജിൽ പഠിപ്പിക്കുന്നതല്ല, കോളേജ് പഠിക്കുന്നതിന് ഗവൺമെൻറ് എല്ലാം തന്നോളും എന്നാണ് എൻ്റെ അപ്പൻ്റെ വിശ്വാസം. അതുകൊണ്ട് അപ്പൻ എനിക്ക് കാശ് തരില്ല. ഇല്ലാതെ ഉണ്ട് കുറേയൊക്കെ. പക്ഷേ ഞാൻ വെറുതെ കളിപ്പിക്കുന്നതാണെന്ന് കരുതി കാശ് തന്നിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ പ്രസംഗങ്ങൾക്ക് പോയി ചിലപ്പോൾ ഒന്ന് സമ്മാനം കിട്ടും. പ്രസംഗത്തിന് 25 രൂപ, 15 രൂപ, ഒന്നാം സമ്മാനം 25, രണ്ടാം സമ്മാനം 15 രൂപ, അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടി. ആ കാശൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിക്കും, ചെരുപ്പ് വാങ്ങിക്കാനും അതിനുമൊക്കെ. പക്ഷെ അങ്ങനെ നിന്നപ്പോൾ ഞാൻ എന്നെ ഒരു സുഹൃത്തിനെ പോലെ കരുതുന്ന കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നൊരു അധ്യാപകനുണ്ടായിരുന്നൊരു രാമവാര്യരെന്ന് പറഞ്ഞ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ രാമവാര്യർ സാറും ഞാനും കൂടെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാമവാര്യർ സാറേ, എനിക്കിങ്ങനെ മാസം തോറും ഒരു 100 രൂപയെങ്കിലും കിട്ടത്തക്ക ഒരു സംഗതി ഒപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്നാലും മാർഗം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്ദിരാഗാന്ധിക്ക് ഒരു എഴുത്തെഴുതിയാൽ കൊള്ളാമെന്നുണ്ട്, ഈ മലയാളത്തിൽ എഴുതിയാൽ വലിയ കാര്യമില്ല, അതുകൊണ്ട് സാർ അതൊന്ന് ഇംഗ്ലീഷിലാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്ത് സാർ ഇംഗ്ലീഷിലാക്കി തന്ന് അത് അയച്ചപ്പം ഇന്ദിരാഗാന്ധി മാസം തോറും 100 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ തന്നെനിക്ക് അവരുടെ ഫണ്ടിൽ നിന്ന്. അങ്ങനെ ഒരു വർഷം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ രാഷ്ട്രീയം മാറി. അപ്പോൾ പിന്നെ അത് നിന്നും പോയി. ആരാണ്ട് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയായാലും അത് നിന്ന് പോയി. പിന്നെ അത് കിട്ടാതായി. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയായിട്ടുള്ള സഹായം കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ, ഇത് കാര്യം എല്ലാവരും അറിയുന്നൊരു കാര്യമാണ്, ഈ ഗവർണറെ പോയി കാണും. ഗവർണർക്ക് മാക്സിമം ഒരാൾക്ക് 500 രൂപ കൊടുത്ത് സഹായിക്കാം. അതാണ് ഗവർണറുടെ വിവേചനാധികാരമാണ്, 500 രൂപ കൊടുക്കാം. അപ്പോൾ ഗവർണർ എനിക്ക് 500 രൂപ തരും. അടുത്ത ഗവർണർ വരുമ്പോൾ വീണ്ടും പോയി കണ്ട് 500 രൂപ മേടിക്കും. അങ്ങനെ ഫയലിലുണ്ട് ആദ്യം കൊടുത്തതൊക്കെ, എന്നാലും പിന്നെയും തരും. കാരണം ഞാൻ ആ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പഠനം പൂർത്തീകരിച്ച് ജോലിക്കായി പ്രയത്നിക്കുന്ന സമയത്താണ് ഒരു കൂട്ടുവേണമെന്ന തോന്നൽ മത്തായിക്കുണ്ടാവുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ മത്തായി തന്നെ കണ്ടെത്തി. തന്നെ മനസ്സിലാക്കുന്ന, തൻ്റെ കുറവുകളിൽ മനസ്സർപ്പിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ആ സമയത്താണ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ വീണ്ടും നമ്മൾ ശരണം വയ്ക്കുന്നത് ആരെയാണ്? ദൈവത്തെ. പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് കല്യാണം കഴിക്കണം, അത് എനിക്കൊരു BA പാസ്സായ പെണ്ണിനെ തന്നെ വേണം എന്ന ഡിമാൻഡ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ കഥാപാത്രത്തിനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ചോദിച്ചു, എനിക്കിങ്ങനെ ഒരാഗ്രഹമുണ്ട്, ഐ ആം പ്രിപ്പയർഡ് ടു ഷെയർ യുവർ സോൾ. പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പല ഇങ്ങനെയുള്ള യോഗങ്ങളിലും ഒക്കെ വെച്ച് എൻ്റെ പല പ്രസംഗങ്ങളും പല പരിപാടികളും ഒക്കെ ഇവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ളവരുന്ന് നമ്മൾക്ക് കുറച്ച് കഴിവുണ്ടെന്ന് തോന്നുന്നുള്ളതുകൊണ്ടായിരിക്കും നമ്മളായിട്ട് പരിചയപ്പെട്ടു, വർത്തമാനം പറഞ്ഞു പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു സ്കൂളുണ്ട്, ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട്, അവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു, അവിടെ വെച്ച് കാണും. അങ്ങനെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഐ ആം പ്രിപ്പയർഡ് ടു ഷെയർ യുവർ സോറോസ് ആൻഡ് ജോയ്സ്, വാട്ട് ഡു യു സേ? അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇവർ ഈ അവളുടെ അപ്പൻ വലിയ ഹോട്ടലൊക്കെ നടത്തി വലിയ വീരനായിട്ട് കഴിയുന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നൊരു അച്ഛനുണ്ടായിരുന്നു, ഒരു ഫാദർ സിറിയക്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം വീട്ടിൽ ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛാ എനിക്കൊരു കല്യാണം കഴിക്കണം, ഇങ്ങനെ പെണ്ണിനെ കണ്ടിട്ടുണ്ട്, അവൾക്ക് സമ്മതമാണ്, പക്ഷേ വീട്ടുകാർ സമ്മതിച്ചാലേ അവൾ പോരുള്ളൂ, അല്ലാതെ ചാടിപ്പോരുമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് അച്ഛനും എൻ്റെ 1-2 സുഹൃത്തുക്കളും കൂടെ കൂടി ഇവരുടെ വീട്ടിൽ പോയി.
ഇവരുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവർ അമ്പിനും പില്ലും നടക്കില്ല, ഭയങ്കര ദേഷ്യ. അങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അവസാനം പിന്നെ വേറെ ഒരു ബ്രദറുണ്ടായിരുന്നു ഇവരുടെ ആ ബ്രദറിൻ്റെ ഞങ്ങളൊരു എഴുത്തെഴുതി. ഏതായാലും ഇങ്ങനെ അല്ല, ആ ബ്രദർ ഒരു എഴുത്തെഴുതി ഇവളെ ഉപദേശിച്ചുകൊണ്ട്, നീ ഒരു കാഴ്ചയില്ലാത്ത ആളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. എനിക്കതിൽ വിരോധമില്ല, അത് നിൻ്റെ മനസ്സ്. പക്ഷെ നീ ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഒരുത്തനെ ഇങ്ങനെ ഒരു നിന്നേക്കാൾ ചെറുപ്പമായിരിക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച എന്താണെന്ന് ചോദിച്ച്. പക്ഷെ അതങ്ങ് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ ചെറുപ്പമാണെന്നുള്ളത്. ഞാനും അന്ന് പ്രായമുണ്ട് എനിക്ക്. അപ്പോൾ അവസാനം ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു, ഏതായാലും കല്യാണം കഴിക്കുവാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കല്യാണം ഇല്ല എന്നുള്ളൊരു നിലപാടുകൾ കൂടെ നിലപാടായിട്ട് ഞാൻ എഴുതി അറിയിച്ചു. അതിന് പുള്ളി ഈ ബ്രദർ അപ്പനുമായിട്ടും ഒക്കെ സംസാരിച്ച് അവസാനം മനസ്സില്ലാ മനസ്സോടെ എനിക്ക് കെട്ടിച്ചു തന്നു. കാഴ്ചയില്ലായ്മ ജീവിതത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, കാഴ്ചയില്ലായ്മയല്ല എന്നെ സങ്കടപ്പെടുത്തിയിട്ടുള്ളത്. കാഴ്ചയുള്ളവരുടെ കാഴ്ചയില്ലാത്തവരോടുള്ള സമീപനം പലപ്പോഴും വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതായത് അവർ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആശ്രയത്വം അടിച്ചേൽപ്പിക്കും പലപ്പോഴും. ഇപ്പം കാഴ്ചയില്ലാത്ത ആളുകളെക്കുറിച്ച് അവർക്കൊരു സങ്കല്പമുണ്ട്, ഇന്നതിനൊക്കെ കഴിവില്ല, ഇന്നതിനൊക്കെ കഴിവുള്ളൂ. പ്രധാനമായിട്ട് ഭക്ഷണം കഴിക്കാനും പാട്ട് പാടാനുമാണ് കഴിവുള്ളൂ, വേറെ വലിയ കഴിവൊന്നും ഇല്ലയെന്നൊരു ധാരണ പലർക്കും ഉണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിലല്ല ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരുന്ന പഴയ കാലത്തെ സമൂഹം. അപ്പോൾ നമ്മളെ ചിലർ ചോദിക്കും, ഈ അന്ധതയാണോ ബധിരതയാണോ ഡംബ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വ്യസനിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അന്ധതയല്ല, ബധിരതയല്ല, ചെവി കേൾക്കാൻ മേലാത്ത അവസ്ഥയല്ല. ഈ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അവരോടുള്ള സമീപനം, കാഴ്ചയില്ലാത്തവരുടെ സമീപനമാണ്. നിർബന്ധിച്ച് നമ്മളെ ഓരോ കാര്യത്തിൽ അവരങ്ങ് നിശ്ചയിച്ച് വയ്ക്കുക, ഇന്ന കഴിവുകളേ ഉള്ളൂ എന്നുള്ളത്. അതാണ് നമ്മളൊന്ന് ഇപ്പം ഞാൻ കൊച്ചിലെ ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കൾ അപ്പനും അമ്മയും ചോറ് വാരി കൊടുക്കും, ഉണ്ണാൻ പഠിപ്പിക്കില്ല, മുണ്ടുടുപ്പിച്ച് കൊടുക്കും, ഉടുക്കാൻ പഠിപ്പിക്കില്ല, കുളിപ്പിച്ച് കൊടുക്കും, കുളിക്കാൻ പഠിപ്പിക്കില്ല. അതെല്ലാം ചില തെറ്റായ ധാരണയുടെ പുറത്താണ്, അറിവില്ലായ്മ കൊണ്ടാണ്. എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പ്രസംഗത്തിന് ഒരു വേദിയിലേക്ക്, ഉദാഹരണം ഒരു സെമിനാറാണെന്ന് വെച്ചു, ഞാനൊരു സെമിനാറിന് വിളിക്കപ്പെട്ടു. ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പം ആ സ്റ്റേജിലിരിക്കുന്ന VIP ഡിഗ്നറ്ററി സാരങ്ങളും തന്നെ പറയും, അവിടെ ഒന്ന് പറഞ്ഞാൽ മതി, അവിടെ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്താ കാര്യം എന്നറിയോ? നമുക്ക് ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലാനുള്ള കഴിവ് അവർ കാണുന്നില്ല. ദേ ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് അസ്. അതിനുള്ള കഴിവില്ല. അത് അവിടെ നിന്നോട്ടെ, അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, ടു ഗീവ് മീ മോർ കംഫർട്ട്. പക്ഷെ അത് ഒരു ഇൻസൾട്ടിങ് സിമ്പതിയാണ്, ഒരു പരിഹസിക്കുന്ന സിമ്പതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിലുണ്ട്. അതേസമയം കാഴ്ചയില്ലായ്മ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതിൽ എനിക്കൊരു വേദനയില്ല, ദൈവത്തോടൊരു പരാതിയില്ല. കാരണം ദൈവം അതറിഞ്ഞ് എനിക്കിതാണ് അർഹിക്കുന്നത്, ഇങ്ങനെ തന്നെ ആയിരുന്നാലേ ഞാൻ ശരിയാവുള്ളൂ എന്ന് കരുതി തന്നെ എനിക്ക് തന്നതാണ്. ആ അവസ്ഥയിൽ തന്നെ മറ്റ് കാഴ്ചയുള്ള പലരെക്കാളും ഭംഗിയായ രീതിയിൽ ജീവിക്കാൻ ഉള്ള അവസരവും സഹായവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്ദിയുള്ളവനാണ്, എനിക്കൊരു പരാതിയില്ല. ജീവിത വഴികളിൽ കല്ലുകളും മുള്ളകളും ചവിട്ടി സകനപർവ്വത്തിൻ്റെ ശൃംഗങ്ങളിൽ വിജയക്കൊടി പാറിച്ച ഇരുട്ടിൻ്റെ ഈ ആത്മാവിനെ ദൈവം മജ്ജയും മാംസവും നൽകി തൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രീകരണമാക്കുകയായിരുന്നു. കാലത്തിൻ്റെ കഠിനതയിൽ സ്വയം അനുവർത്തിക്കേണ്ടി വന്ന ജീവിത സൗകര്യ ദൈവീകതയുടെ കയ്യൊപ്പാണെന്ന് ഉൾക്കാഴ്ചയോടെ മാത്യു മനസ്സിലാക്കി
മുന്നോട്ടു ഗമിച്ചു.